ഈ സമീപകാലത്ത് നമ്മുടെ ടൂറിസം മേഖലയിൽ സർക്കാർ മേഖലയിൽ വന്നൊരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ PWD റെസ്റ്റ് ഹൗസുകൾ നമുക്കറിയാം, ഒരു കാലത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ മാത്രം അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ മാത്രം താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഇടമായിരുന്നു PWD റെസ്റ്റ് ഹൗസുകൾ എന്ന് പറയുന്നത്. സാധാരണക്കാരായ മനുഷ്യർക്കൊന്നും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിലൊരു വലിയ മാറ്റം വന്നിരിക്കുകയാണ്. PWD റെസ്റ്റ് ഹൗസുകൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും താമസിക്കാൻ കഴിയുന്ന ഇടങ്ങളായി മാറിയിരിക്കുന്നു. വെറുതെ താമസിക്കുകയല്ല, ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും ഭംഗിയും വൃത്തിയുള്ളതുമായ താമസ സൗകര്യം ഒരുക്കുന്നു എന്നതാണ് ഇന്ന് റെസ്റ്റ് ഹൗസുകളുടെ ഏറ്റവും വലിയ മാറ്റം. നമ്മൾ ആ താമസ സൗകര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയാൻ പോകുന്നത്, അതിനുള്ളിലെ ക്യാൻറ്റീനുകളും ജനകീയമായിരിക്കുന്നു എന്നതാണ്. കൊല്ലം കരുനാഗപ്പള്ളി റെസ്റ്റ് ഹൗസ് ക്യാൻറ്റീൻ്റെ ഫാൻസാണ് വിനോദസഞ്ചാരികളും ഭക്ഷണപ്രിയരും. ഇനി കരുനാഗപ്പള്ളിയുടെ ഫുഡ് ടൂറിസത്തിൻ്റെ ഗേറ്റ് വേ ആകാൻ പോവുകയാണ് ഈ PWDയുടെ റെസ്റ്റ് ഹൗസ്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് ഏറ്റവും ഒടുവിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രശസ്തമായ സ്ഥലം, ഏറ്റവും വിലപിടിപ്പുള്ള മണ്ണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഭൂമിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത് നമ്മുടെ PWD പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസ്. ആ റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ ഈ പറയുന്ന പ്രശസ്തമായ ക്യാൻറ്റീൻ. നമ്മളത് കാണണം, അത് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. അങ്ങനെ ആ ഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ വേണ്ടി സാധാരണക്കാരായാലും ആരായാലും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസ്. പണ്ടത്തെ പോലല്ല റെസ്റ്റ് ഹൗസുകൾ, ഇന്ന് അതിൻ്റെ ഗത്താണ്, അടിപൊളിയാണ് ഓരോ റെസ്റ്റ് ഹൗസുകളും ഇന്ന്. ഇനിയിപ്പോൾ നമ്മളിവിടുത്തെ ക്യാൻറ്റീനിലേക്ക് പോവാം. നമ്മൾ ഈ ക്യാൻറ്റീനകത്തുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മെനു ആണ് കേട്ടോ. ആ മെനു ആദ്യം ഒന്ന് വായിക്കാം ഞാൻ. ഊണ് മീൻകറിയുണ്ട്, വാഴയില പൊതിച്ചോറ്, ചക്ക വേവിച്ചത്, കപ്പ വേവിച്ചത്, ചേമ്പ് കാച്ചിൽ കാന്താരി ചമ്മന്തി, പിന്നെ ചോളപ്പുട്ട്, ഗോതമ്പ് പുട്ട്, മീൻ വിഭവങ്ങൾ. അതായത് 7 തരം മത്സ്യവിഭവങ്ങൾ കൊണ്ടുള്ള ചട്ടിച്ചോറുണ്ട്, മീൻ ചട്ടിച്ചോറ്. അതിന് 199 രൂപയേ ഉള്ളൂ. ഒപ്പം തന്നെ ഇവിടെ ഈ മത്സ്യങ്ങൾ ഇവിടെ ഫ്രീസറിൽ സൂക്ഷിക്കില്ല. ഇതെല്ലാം ഇൻഫർമേഷൻസാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ പ്രസിദ്ധമായ കേര ഫുഡിൻ്റെ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഈ കിച്ചണിൽ എല്ലാ കുക്കിംഗ്. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ TS കനാൽ, നമ്മുടെ പടിഞ്ഞാറേ കായൽ, ആ കായൽ ചൂടയാണ് ഇപ്പോൾ പാചകമായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഇനിയിതേ മീൻ റെഡിയാക്കി ഇനി വാഴയിൽ പൊള്ളിക്കാനുള്ള അടുത്ത പരിപാടി തുടങ്ങി. നമ്മുടെ ജലാശയങ്ങളിൽ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെയാണ് ഇതിനകത്ത് പൊതിഞ്ഞു വെച്ചേക്കുന്നത്. ഒന്ന് ചെമ്പല്ലിക്കോര, പിന്നെ ഉണ്ണിമേരി, പിന്നെ ചെമീൻ. അപ്പോൾ ഇതിനെ കുഞ്ഞുങ്ങളെ പോലെ കൈ കൊണ്ടുവരുന്ന കണ്ടോ, കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടുവന്ന് നേരെ ഇനി ഇതാ ചട്ടിയിലോട്ട് വെച്ച് പൊള്ളിക്കാൻ പോവുക. കണ്ടോ, നമ്മൾ ഇതുപോലെയുള്ള നാടൻ കിച്ചണിൽ എവിടെ ചെന്നാലും, അടുക്കളകളിൽ എവിടെ ചെന്നാലും ഷെഫുമാരിൽ ചില ഗായികമാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇതിനകത്തുള്ള സരസ്വതി തൊടിയൂർ സ്വദേശിനിയാണ്, കർഷക തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോൾ ആ നാടൻ പാട്ടുണ്ട്, അമ്മയുടെ കൊയ്ത്തുപാട്ട്, അത് അമ്മ പാടും. കാര്യം അത് ഇതിൻ്റെ കൂടെ ഒരു ഫ്ലേവറാണത്. പാടി. പൊന്നരിവാൾ അരിഞ്ഞു വരും കൊയ്ത്ത് വരും പൊന്നാളെ, കൊയ്യടി താത്തു കൊയ്യടി പൊന്നാളെ. ഈ നാടൻ പാട്ടെന്ന് പറയുന്നത് ഈ പൊന്നുമോൻ ഉണ്ടാക്കുന്ന ഫുഡുകൾക്കെല്ലാം ഭയങ്കര പ്രിയമാണ് ആളുകൾക്ക്. അത് കണക്കാക്കിയാണ് ഇവിടെ വരുന്നത്.
നമ്മൾ ഏതെങ്കിലും ഒരു കറി കുറച്ചാൽ പറയും അമ്മേ കറി അടുത്തത് കൊടുക്ക് എന്ന് പറയും. പണമല്ല പിന്നെ മനുഷ്യന്റെ സംതൃപ്തി. പിന്നെ മനുഷ്യർക്ക് പാവപ്പെട്ടവർ വന്നാലും പറയും അമ്മ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കരുതെന്ന് പറയും. അങ്ങനെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും അന്നം ഈ തീരെ വയ്യാത്തവർക്ക് അന്നം 2 പേർക്കെങ്കിലും കൊടുക്കാത്ത ദിവസമില്ല. ഉദ്ദേശം എന്താണ്? ഇത് എങ്ങനെ നടത്തും? ഇങ്ങനെയൊക്കെ എങ്ങനെ നടത്തും? അല്പമൊക്കെ മായമൊക്കെ വേണ്ടേ? അങ്ങനൊന്നുമില്ല. നമ്മൾ ഈ കഴിക്കുന്നവർക്ക് നമ്മൾ പൊതുവിലുള്ള ഒരുപാട് ആൾക്കാർ മലയാളിയുടെ ശീലം എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഒരുവിധപ്പെട്ട ഒരു കിച്ചണൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഭക്ഷണം ഒരു പൊതുവെ വളരെയധികം ആൾക്കാർ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട്, ഉണ്ടാക്കാൻ സമയമില്ല. പിന്നെ ആഗ്രഹിക്കുന്ന ഭക്ഷണം വീട്ടിൽ നിന്ന് പലർക്കും കിട്ടാറില്ല. 65-70 ലിറ്റർ വെളിച്ചെണ്ണ ഒരു മാസം വേണം. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്നതിനകത്ത് കണ്ണടച്ച് കഴിഞ്ഞാൽ 10,000 രൂപയ്ക്കടുത്ത് എനിക്കിരിക്കും. പിന്നെ നാടൻ ജയ അരിയാണ് സാധാരണ എല്ലാ ഹോട്ടലുകളും ഉപയോഗിക്കുന്നത്. 42 രൂപയുള്ള ഹോൾസെയിൽ റേറ്റ്. ഞാൻ വാങ്ങിക്കുന്ന അരിക്ക് 58 രൂപയാണ്. നാടൻ അരിയാണ് കുത്തരി കൊടുക്കുന്നത്. പിന്നെ ഫാമിൽ തൈര് മേടിച്ചാൽ ഉണ്ടാക്കുന്നത്. പിന്നെ പരമാവധി നാടൻ സാധനങ്ങൾ, അതായത് വാഴക്കൂമ്പ്, ചീര, വാഴപ്പിണ്ടി, പിന്നെ മുതിര തോരന, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൻ വൻപയറും ചക്കയുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കടയിലേക്ക് വില കുറച്ച് വരുമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് കടയിലേക്കൊന്നും വിലയൊന്നും കുറയ്ക്കത്തില്ല. കസ്റ്റമർ വന്ന് നമ്മൾ മേടിക്കുന്ന പൈസയെക്കാട്ടി കൂടുതൽ മേടിക്കാൻ ആൾ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന പൈസ കൊടുത്താൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ പൈസ വാങ്ങിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളിപ്പം 80 രൂപയ്ക്ക് ഇത് ഊണ് കൊടുത്തുകൊണ്ടിരുന്നത് നേരത്തെ വാഴയിലാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് 12 വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല. 13 വർഷം മുതൽ പ്ലാസ്റ്റിക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം ഇത് ചില ആൾക്കാർക്ക് അവിടെ മീൻ വറുത്തതും മീൻ കറിയും കൂടെ കിട്ടും, അവിടെ 70 രൂപയുള്ളതെന്നൊക്കെ ഒന്ന് പറയും. പക്ഷേ അത് നമ്മൾ ആ ഒരു കസ്റ്റമറല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിന് വേറെ നിറയ്ക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് കഴിക്കുന്ന ആളിനെ ഹെൽത്തിൻ്റെയും കൂടെ നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നാളെയും ആരെങ്കിലും അവർ ജീവിച്ചിരുന്നാൽ മാത്രമല്ല അസുഖം വന്നില്ലല്ലോ ഹോട്ടലിൽ. ഇപ്പോൾ എല്ലാവരും ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പേടിയാണ്. ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം വീട്ടിൽ പോയി കഴിച്ചില്ലെങ്കിൽ വരുന്ന സ്ഥാപനം ഇതാണ്. അതൊക്കെ സീസൺ അനുസരിച്ചിട്ടായിരുന്നു ആളുകളുടെ ഭക്ഷണ രീതി. ചക്ക വിളയുന്ന സമയത്ത് ചക്ക കുഴച്ചത്, കപ്പയാണെങ്കിൽ കപ്പ മാത്രം, അല്ലാതെ ചോറും എല്ലാം കൂട്ടി കഴിക്കുന്ന ഒരു കാലമൊക്കെ പിന്നീട് സംഭവിച്ചതാണ്. ഇപ്പം എൻ്റെ മുന്നിലുള്ളത് ചക്ക കുഴച്ചതുണ്ട്, നമ്മുടെ കായലിലെ ഞണ്ടുകറിയുണ്ട്, അതായത് കായലിലെ തന്നെ ചൂട, കടൽ ചൂടയല്ല കായലിലെ ചൂടയുണ്ട്, കൂടാതെ മുളക് ചമ്മന്തി. ഇത് വെച്ചിട്ടാണ് ഭക്ഷണം. കൊതിയൻസ് കൊതിപ്പിക്കുകയാണ്. കരുനാഗപ്പള്ളി, ഒന്നുകൂടി പറയാം, കരുനാഗപ്പള്ളി PWD റെസ്റ്റ് ഹൗസിലാണ് നമ്മുടെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു ക്യാൻറ്റീൻ ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇതുവഴി കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഇതിനു വേണ്ടി തന്നെ വന്ന് ഈ ഭക്ഷണം കഴിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.